അസ്സലാമലൈക്കും കൂട്ടുകാരി. ഞാനൊരു 8 തേങ്ങ എടുത്ത് ചിരണ്ടി എടുത്തിട്ടുണ്ട്. ഇതെന്തിനാണെന്നറിയാമോ? ഇത് നമുക്ക് കുട്ടിക്ക് ഈ ഉരുക്കെണ്ണ എന്ന് പറയുന്ന എണ്ണ ഉണ്ടാക്കാനായിട്ടാണ്. ഇത് ക്യാരറ്റും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ക്യാരറ്റ് എണ്ണ എന്ന് പറയും കേട്ടോ. ക്യാരറ്റ് എണ്ണ മോൾക്ക് ഉണ്ടാക്കാനായിട്ടാണ്. ഞാൻ ഇവിടെ ജോലിക്ക് നിൽക്കുന്ന വീട്ടിലാണ്, ജോലി സ്ഥലത്താണ്. അവർക്ക് വേണ്ടിയിട്ട്, അവിടുത്തെ കുട്ടിക്ക് വേണ്ടിയിട്ട് എണ്ണ ഉണ്ടാക്കാനായിട്ട് എടുക്കുന്നതാണ് കേട്ടോ. ഞാൻ 8 തേങ്ങ എടുത്ത് ചിരണ്ടി അതിൻ്റെ പാലെടുത്തിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് ഈ പെട്ടെന്ന് പാലിങ്ങനെ എടുത്ത് മിക്സിയിൽ അടിച്ച ഉടനെ ഒഴിച്ചിട്ട് നമുക്ക് അരിപ്പിലരിച്ചുകൊണ്ട് നിൽക്കാതെ തുണിയിലോട്ട് ഇങ്ങനെ തുണി കെട്ടിയിട്ട് അതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഇത് കണ്ടു ഇതേപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് തുണി ഇങ്ങനെ നമ്മൾ അതിലോട്ട് ഒഴിക്കുക, നന്നായിട്ട് മിക്സിയിൽ അടിച്ചിട്ട് അതിലേക്ക് ഒഴിക്കുക. ഇച്ചിരി വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കേണ്ട. പിന്നെ ഇളക്കി കഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ഫുള്ള് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ ഇതുപോലെ ചുറ്റി എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി. കണ്ടത് ഇതുപോലെ നല്ലതായിട്ട് വരും കേട്ടോ. നന്നായിട്ട് പിഴിഞ്ഞ് അതിലേക്ക് ഫുള്ളും വരും കേട്ടോ. ഫുള്ളും അങ്ങനെ നന്നായിട്ട് കണ്ടച്ച് പിഴിഞ്ഞാൽ തേങ്ങാപ്പാൽ ഫുള്ള് വീഴുന്നതായിരിക്കും കേട്ടോ നമുക്ക്. പിന്നെ അത് അങ്ങനെ പെട്ടെന്ന് നമുക്ക് പണി കഴിയാൻ പറ്റും കേട്ടോ. കുറച്ച് പിഴിഞ്ഞെടുക്കാതെ ഇതാകുമ്പോൾ ഒറ്റ ട്രിപ്പിന് നമുക്ക് പണി കഴിയാൻ പറ്റും കേട്ടോ. ഒറ്റ ട്രിപ്പിന് എടുക്കാൻ പറ്റത്തില്ല, കുറച്ച് തേങ്ങയുടെ അത് അരച്ചരച്ച് ഇതേപോലെ ആക്കി എടുക്കാനേ പറ്റുള്ളൂ. ഇതുപോലെ എടുക്കാൻ പറ്റും കേട്ടോ നമുക്ക്. പിന്നെ നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട് വാഴക്കൊലയൊക്കെ ഏത്തക്കൊലയൊക്കെ ഒന്നിച്ച് കെട്ടിയിട്ടൊക്കെയാണ് എപ്പോഴും എടുത്ത് പുഴുങ്ങാനും കൊടുത്ത് പ്രസവിച്ചിന് കൊച്ചിന് കൊടുക്കാനാണ് കേട്ടോ. എല്ലാവരും കഴിക്കും. അവളങ്ങനെ പുഴുങ്ങിയതൊന്നും കഴിക്കത്തൊന്നുമില്ല, എന്നാലും നമ്മളൊക്കെയാണ് കൂടുതലും കഴിക്കുന്നത് പുഴുങ്ങിയതൊക്കെ കേട്ടോ. അപ്പോൾ അത് നോക്കാൻ വന്നൊന്നും ഞാൻ തടി വെച്ചിട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്നാലും കേട്ടോ കുഴപ്പമില്ല, നല്ല വീടാണ്, നല്ലതാണ്. നല്ല തേങ്ങയുടെ പീരയാണ് അതിന് കൊണ്ട് കളയാനായിട്ട് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അതിൻ്റെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് ഇങ്ങനെ തൊലി ചിരണ്ടി കളഞ്ഞിട്ട് നമ്മളിതുപോലെ ചിരണ്ടി എടുത്ത് മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നിട്ട് നമ്മളിത് പിന്നെ തുണിയിൽ കെട്ടി നമ്മൾ പിഴിഞ്ഞിട്ട്, നമ്മൾ നേരത്തെ തേങ്ങ പിഴിഞ്ഞില്ലേ അതേപോലെ തുണിയിൽ കെട്ടിയിട്ട് പിഴിയാണ് കേട്ടോ. പിഴിഞ്ഞ് നന്നായിട്ട് മുറുക്കെ പിഴിഞ്ഞെടുത്തിട്ട് അതിൻ്റെ നീരെടുത്തിട്ട് അതിൻ്റെ കണ്ടത് ഇതേപോലെ ഉണ്ടോ. ഇത് ഇങ്ങനെയാണ് നമ്മൾ തേങ്ങ ഇങ്ങനെ ചെയ്തതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത്. ഇങ്ങനെ അരച്ചിട്ട് അത് അതിലേക്ക് ഒഴിക്കുകയാണ്. തുണിയിലേക്ക് ഒഴിച്ച് കെട്ടി നന്നായിട്ട് പിഴിഞ്ഞെടുത്ത് കഴിയുമ്പോഴത്തേക്കിന് അതിൻ്റെ നീര് കിട്ടും. ആ നീര് നമ്മൾ തേങ്ങാപ്പാൽ അങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. തേങ്ങാപ്പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതങ്ങനെ തിളച്ച് വന്നുകൊണ്ടിരിക്കണം കേട്ടോ. പിഴിഞ്ഞെടുക്കുന്നുണ്ടോ, നല്ല ഭയങ്കര എളുപ്പമാണ് പിഴിഞ്ഞെടുക്കുന്നത്. അല്ല മറ്റേ ഇതിനകത്തിട്ട് സ്പൂണിനകത്തിട്ട് അരിപ്പിലിട്ട് അരിച്ച് പിഴിഞ്ഞെടുക്കുന്നേക്കാളൊക്കെ ഭയങ്കര എളുപ്പം ഇതാണ് കേട്ടോ. അത് കുറച്ച് നല്ല എളുപ്പമുള്ളൊരു പരിപാടിയാണിത്. ഉണ്ടോ, നന്നായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതിനെ കൊണ്ട് ചെന്ന് നമ്മൾ തേങ്ങാപ്പാൽ തിളച്ചുകൊണ്ടിരിക്കണം, തേങ്ങാപ്പാലിലേക്ക് ഒഴിക്കണം കേട്ടോ. ഇതുണ്ട് ഇങ്ങനെ എടുത്താൽ മതി. നമുക്ക് നല്ല എളുപ്പമാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് അരിച്ചെടുക്കണം. നല്ല എളുപ്പമാണ് കേട്ടോ. നല്ല അടിപൊളി എണ്ണയാണ്. കുട്ടിക്ക് നല്ല അടിപൊളി കളറൊക്കെ ഉണ്ടാവും. എന്താ അതിലേക്ക് ഒഴിക്കാൻ തേങ്ങാപ്പാൽ തിളച്ച് വറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അതിലിട്ട് ഒഴിച്ച് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. അത് നമ്മൾ എപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുകയൊന്നും വേണ്ട. അതവിടെ കിടന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മൾ വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തേച്ചാൽ മതി. അതേ കിടന്നാൽ അടി പിടിക്കുകയൊന്നുമില്ല കേട്ടോ. അടി പിടിക്കും, തീ പിടിക്കും, കരിഞ്ഞു അങ്ങനെയൊന്നുമില്ല. എൻ്റെ ഇപ്പോൾ പകുതി പരുവായി. അതതിൻ്റെ കളറെല്ലാം കൂടെ മിക്സായിട്ട് പിന്നെ എന്താ ക്യാരറ്റും ഇതെല്ലാം കൂടെ അങ്ങോട്ട് റെഡിയായിട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇച്ചിരി ഫുഡ് കഴിക്കാൻ പോയി. പുട്ടും കടലയും കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് കുറേ തിരക്കൊക്കെ ഉണ്ടായിരുന്നു, ഒരുപാട് ജോലികളുണ്ടായിരുന്നു. ആ ജോലികളെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ പുട്ടും ചായയും കഴിച്ചു. പിന്നെ കുറേ പാത്രങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് തേച്ച് കഴുകി പറക്കി വെക്കാനുണ്ടായിരുന്നു. അതെല്ലാം തേച്ച് കഴുകി പറക്കി അടുക്കിയൊക്കെ വെച്ച് പാത്രങ്ങളൊക്കെ കഴുകി പറക്കി വെച്ച് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ എണ്ണ ഉരുകി വന്നിട്ട് നമുക്കൊരു 10-250 മില്ലി ക്യാരറ്റിൻ്റെ എണ്ണ കിട്ടിയിട്ടുണ്ട്. ക്യാരറ്റും തേങ്ങയും കൂടെ ഉരുക്കിയെടുത്ത എണ്ണയാണത്. നല്ല കുട്ടിക്ക് തേച്ച് കൊടുത്താൽ നല്ല കളറ് കിട്ടും. നമ്മുടെ പ്രസവിച്ച കുട്ടികൾക്കൊക്കെ തേച്ച് കൊടുത്താൽ നല്ല കളറ് കിട്ടും കേട്ടോ. അങ്ങനെയാണ് അത് ഉണ്ടാക്കി എടുത്തേക്കുന്നത്. കണ്ടത് അതിൻ്റെ ബാക്കി, അതിന് ഉരുകിയെടുത്തതിൻ്റെ ബാക്കിയാണ് അതിൻ്റെ ഈ പീര അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും കുറേ എണ്ണ കൂടി ഉരുകിയത് വരും. പക്ഷെ അതിൽ കുറച്ച് കളറ് മങ്ങി വരുമെന്നേ ഉള്ളത്. ആദ്യം കിട്ടേണ്ട നല്ല കളറായിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇച്ചിരി കറുത്ത കളറായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബാക്കി ഇങ്ങനെ ഉരുകി വരുന്നുണ്ട്. അത് ആ തേങ്ങയുടെ കരിഞ്ഞിട്ട് വരണം. മറ്റേ ആദ്യം കിട്ടേണ്ട നല്ല അടിപൊളി നല്ല സൂപ്പറായിട്ട് എണ്ണ കിട്ടി കണ്ടോ. കരിയാത്ത എണ്ണ, നല്ല അടിപൊളി എണ്ണ കിട്ടിയിട്ടുണ്ടോ. ക്യാരറ്റ് എണ്ണ അത് 500 രൂപ അടുത്ത് കിട്ടി കേട്ടോ. രണ്ടും കൂടെ ആയപ്പോൾ 500 ഗ്രാം എണ്ണ കിട്ടിയിട്ട് 8 തേങ്ങ പിഴിഞ്ഞപ്പോഴാണ് 500 രൂപ എണ്ണ കിട്ടിയതുണ്ടോ ഉരുക്കിയെടുത്തത്.
അത് കുട്ടിക്ക് നന്നായിട്ട് തേച്ച് കൊടുക്കുക. ഇത് വലിയവർക്കൊക്കെ തേക്കും ഒക്കെ ഇച്ചിരി കളർ വ്യത്യാസം ഒന്നേ ഉള്ളൂ. നല്ല നല്ല കളറായിട്ടുണ്ട് കേട്ടോ. ഒന്ന് ഇളം കളറിലെടുത്ത് ഒന്ന് കടുത്ത കളറിലെടുത്ത്